ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലേ? അങ്ങനെ വീക്കെൻഡൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച എടുത്ത ലോഡഡ് യൂണിറ്റ് നമുക്ക് നെതർലാൻഡിൽ ലിംബൺ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിലായിരുന്നു അൺലോഡിങ്. ഈ ലിംബണിൽ പോകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്, വേറൊന്നുമല്ല കേട്ടോ, അവിടെ കുളിക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ അൺലോഡിങ് കഴിഞ്ഞപ്പോൾ ഞാനൊരു കുളിയൊക്കെ പാസ്സാക്കി. അപ്പോഴാണ് നമുക്ക് അടുത്ത ടാസ്ക് വന്നത്. ബെൽജിയത്തിലുള്ള എക്സോ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിൽ വന്നിട്ട് നമ്മൾ യൂണിറ്റ് അവിടെ റീകപ്പിൾ ചെയ്തിട്ട് ലോഡഡ് യൂണിറ്റ് എടുത്ത് ജർമ്മനിയിൽ അൺലോഡിങ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ കമ്പനിയിലെത്തി റീകപ്ലിംഗ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ ഈ റീകപ്പിൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയർ ഉണ്ട്, അത് കറക്റ്റായിട്ട് ചെയ്യണം. മാത്രമല്ല എല്ലാ ഭാഗവും നമ്മൾ ചെക്ക് ചെയ്യണം. ടയർ വിട്ട് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ കണക്ട് ചെയ്യാൻ. കണക്ഷൻ ചെയ്തതിന് ശേഷവും നമ്മൾ കേബിളൊക്കെ ഒന്ന് വലിച്ചു നോക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും ലൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കും കാര്യങ്ങളൊക്കെ കിട്ടില്ല. അതുപോലെ കണക്ഷൻ കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടി നമ്മളൊന്ന് ഫ്രണ്ടിലേക്ക് എടുത്തും കൂടി നോക്കണം. അതിനുശേഷം നമ്മൾ ലാൻഡിങ് ഗിയറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ നേരെ ഇവിടുത്തെ ഓഫീസിൽ പോയിട്ട് CMRും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട്. CMRും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ വണ്ടി എടുത്ത് ജർമ്മനിയിൽ അൺലോഡ് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ നമ്മുടെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ട്രെയിലർ ബ്രേക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ട്രെയിലർ ബ്രേക്ക് നമ്മൾ ഇത് കണക്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ വണ്ടി എടുത്ത് പോകുമ്പോഴും അത് കറക്റ്റ് റിലീസ് ചെയ്യുകയൊക്കെ ചെയ്യണം. അങ്ങനെ പേപ്പറൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ നമ്മൾ അവിടുന്ന് റീകപ്ലിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ലോഡ് ഇറക്കാനുള്ള കമ്പനിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജർമ്മനിയിലാണ് ഉള്ളത്. പക്ഷേ നമുക്ക് നാളെ രാവിലെ ഇനിയിപ്പോൾ അൺലോഡിങ് നടക്കുള്ളൂ. ഇവിടെ നാളെ രാവിലത്തേക്കാണ് നമുക്ക് ബുക്കിംഗ് കിട്ടിയത്. അപ്പോൾ ഇനി വേറെ പരിപാടിയൊന്നുമില്ല. നമ്മൾ ടാക്കോല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. ഈ ആഴ്ചത്തേക്ക് ഞാൻ കുറച്ച് സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ആഴ്ചത്തെ മെനു ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ആഴ്ചത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന കറികളാണ് ഇതൊക്കെ. ഇത് ചിക്കൻ്റെ ലിവർ വരട്ടിയതാണ് കേട്ടോ. ഇത് മീൻ കറിയാണ്. കുടംപുളിയൊക്കെ ഇട്ട് നല്ല എരിവും പുളിയാക്കി വെച്ചേക്കുന്ന നമ്മളെ നാടൻ സ്റ്റൈലാണ്. അതുപോലെ നല്ല ഇത് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നതാണ്. കൂണും ബ്രോക്കോളിയും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു സലാഡ് പോലെ ആക്കി എടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇത് ബീൻസ് തോരൻ, പിന്നെ അതുപോലെ പന്നി വരട്ടിയതും ബീട്രൂട്ട് തോരനുമാണ് ഉള്ളത്. ഇനി ഫുഡ് കഴിക്കുക, റെസ്റ്റ് എടുക്കുക, അത്രയേ ഉള്ളൂ. എൻ്റെ ഒരു പോളിസി അതാണ്. നന്നായിട്ട് ഫുഡ് കഴിക്കുക, അതുപോലെ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. പണിയെടുക്കുമ്പോൾ നല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക. അത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും എന്നത്തെയും പോലെ ഇന്നത്തെ ഒരു ദിവസവും അടിപൊളിയായിരിക്കട്ടെ.